ഹലോ എവരി വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ കൂട്ട് മാച്ച് വീക്ക് 31 അവസാനിച്ചിരിക്കുകയാണ്. ഈ മാച്ച് വീക്ക് 31 ഭയങ്കര കോമഡികളാണ് നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ടോപ്പ് ടീംസിന് ആർക്കും അത്ര മൊമെൻറ്റം ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മാച്ച് വീക്കാണ് ഇപ്പോൾ നടന്നത്. അതിലാകെ ഒരു വിന്ന് കണ്ടെത്താൻ പറ്റിയത് ആസ്റ്റൺ വില്ലയ്ക്ക് മാത്രമാണ്. ബാക്കി എല്ലാ ടീംസും പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തു. ലിവർപൂൾ ആവട്ടെ, ആർസണൽ ആവട്ടെ, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആവട്ടെ, ചെൽസി ആവട്ടെ, മാൻ സിറ്റി ആവട്ടെ, ഇവരെല്ലാവരും പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ ടേബിൾ പൊസിഷൻ ഞാൻ കണ്ടപ്പോൾ ഈ റണ്ണിങ്ങിലേക്ക് വരുമ്പോൾ ഈ ടോപ്പ് 5 പൊസിഷൻ്റെ റണ്ണിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓണസ്റ്റ്ലി. അത് മെയ് 25 വരേക്കും, അതായത് ലീഗിൻ്റെ അവസാനത്തെ ഗെയിം വരേക്കും കണ്ടിന്യൂ ചെയ്യുന്ന യാതൊരു സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നത്തെ സബ്ജക്റ്റ് നമുക്ക് ആ ടോപ്പ് 5 റണ്ണിങ്ങിലേക്ക് ഉള്ള ഒരു അനാലിസിസ് ആകാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അധികം സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ ടോപ്പ് 5 റണ്ണിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, ടോപ്പ് 1ഉം 2ഉം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ കൂട്ട് ലിവർപൂളും ആർസണലും ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. ഐ ഡോണ്ട് സീ ദം ഡ്രോപ്പിംഗ് പോയിൻറ്റ് ഇനഫ് ടു ഗോ ഡൗൺ ടു 3, 4 or 5. നമുക്ക് അങ്ങനെ തന്നെ പറയാം. അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്കിനി ഫോക്കസ് ചെയ്യേണ്ട ടീമുകൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, ചെൽസി, മാൻ സിറ്റി, ആസ്റ്റൺ വില്ല ഇവരെല്ലാവരും 31 ഗെയിംസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ആസ് ഓഫ് നൗ. ഇവരുടെ ലീഗ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്പർ 3, നമ്പർ 4, നമ്പർ 5, നമ്പർ 6 എന്നിങ്ങനെയാണ്. ഇനി നമുക്ക് ഇവർക്ക് വരാൻ പോകുന്ന ഗെയിംസുകൾ നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു അനാലിസിസിൽ ലീഗിൻ്റെ ഗെയിം മാത്രമല്ല എടുത്തത്, ഞാൻ എല്ലാ കോമ്പറ്റീഷനിലെ ഗെയിംസും എടുത്തു. കാരണം ഒരു റണ്ണിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള കപ്പ് കോമ്പറ്റീഷൻസ് ഈ ലീഗിൻ്റെ ഫോമിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കോമ്പറ്റീഷനും ഈ റണ്ണിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് സ്റ്റാർസ് ഉണ്ട്, ഇതിനിടയ്ക്ക് കുറച്ച് TBD എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എല്ലാത്തിനും അർത്ഥങ്ങളുണ്ട്, ചുമ്മാ സ്റ്റാറൊന്നും ഇട്ടതൊന്നുമല്ല. അപ്പോൾ നമുക്ക് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഈ സീസണിൽ ഏറ്റവും ഭാഗ്യവാന്മാരായ ടീം തന്നെയാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ഈ റണ്ണിങ്ങിലേക്ക് വരുമ്പോൾ ഏറ്റവും ഭാഗ്യം ചെയ്ത ടീം എന്ന് തന്നെ പറയാം നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ. ഇത്രയും ഈ കൂട്ടത്തിൽ ഏറ്റവും ഈസിയസ്റ്റ് ഫിക്സ്ചർ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് തന്നെയാണ്. അത് എന്താണ് ഞാനിങ്ങനെ പറയാൻ കാരണം, അവർക്കിനി ആകെ കളിക്കേണ്ട കളികളുടെ എണ്ണം 8. അവിടെ തന്നെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി ഞാൻ ഈ സ്റ്റാർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനകത്ത് ചില ടീമിൻ്റെ മണ്ടയിൽ 1 സ്റ്റാർ ഉണ്ട്, ചില ടീമിൻ്റെ മണ്ടയിൽ 2 സ്റ്റാർ ഉണ്ട്. അപ്പം ഞാൻ ഈ സ്റ്റാർ എന്താ മാർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റാർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടം ഹാഫ് ഉള്ള ടീംസിനെയാണ് ഞാൻ ഈ സ്റ്റാർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്കിനി കളിക്കാനുള്ളത് ടോട്ടൽ 8 കളികൾ. ഈ 8 കളികളിലും 1, 2, 3, 4, 5, 6 ഈ 6 ടീംസും ബോട്ടം ഹാഫ് ടീംസാണ്. അവിടെയും ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതിനകത്ത് ടോട്ടനം മാത്രമേ ഉള്ളൂ ഇച്ചിരിയെങ്കിലും കുറച്ചുകൂടെ ത്രെറ്റ് കൊടുക്കാൻ ചാൻസ് ഉള്ള ഒരു ടീം ബോട്ടം ഹാഫിൽ. എന്നാലും നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആർ സുപ്പീരിയർ ദാൻ ടോട്ടനം ദിസ് സീസൺ 100%. അതുകൊണ്ട് അവരവിടെയും സ്ട്രഗിൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം ഞാൻ ചില ടീമിൻ്റെ വണ്ടിയിൽ 2 സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താ, ഇവർ ബോട്ടം ഹാഫിലുള്ളവരുമാണ്. അതുമാത്രമല്ല ഈ ടീമുകളൊക്കെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഹോമിലാണ് കളിക്കാൻ പോകുന്നത്. എഗെയിൻ അഡ്വാൻറ്റേജ് ആർക്ക്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്. അപ്പോൾ എഗെയിൻ നമുക്ക് ഒന്നുകൂടെ റീക്യാപ്പ് പഠിക്കാം. ടോട്ടൽ ഗെയിംസ് എത്രയാണ്? 8. ഈ 8 ഗെയിമിലെ 6 ഗെയിം ബോട്ടം ഹാഫ് ടീമുമായിട്ട്, ഈ 6 ഗെയിമിലെ 3 ഗെയിം ഹോം, അതും ബോട്ടം ഹാഫിൻ്റെ 3 ഗെയിമും ഹോമിലാണ്. അങ്ങനെ അഡ്വാൻറ്റേജ് ആഫ്റ്റർ അഡ്വാൻറ്റേജ് ആണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്. ഈ 3 ഹോം, ബോട്ടം ഹാഫ് ഹോമിൽ കളിക്കുക, നോട്ടിംഗ്ഹാമിൻ്റെ ഹോമിൽ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം ഒരു സെക്യൂർഡ് പോയിന്റ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ന്യൂനോയുടെ ഇപ്പോഴത്തെ കറണ്ട് ഫോമിലുള്ള ടീം, ഐ ഡോണ്ട് സീ ദം ലൂസിങ് മിനിമം ദീസ് 3 ഗെയിംസ് ഫോർ ഷുവർ. അപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഈ ഒരു ഫിക്സ്ചർ നോക്കുമ്പോൾ പ്രീമിയർ ലീഗിൻ്റെ 3rd പൊസിഷൻ ഉറപ്പിച്ചു എന്ന് നമുക്ക് വളരെ നിസ്സംശയം പറയാൻ പറ്റും ഈ ഒരു ഫിക്സ്ചർ കണ്ടിട്ട്. അതിനകത്ത് ഇനി വേറെ വല്ല മിറക്കിൾ സംഭവിക്കണം നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഈ ഫിക്സ്ചർ ബോട്ടിൽ ചെയ്യുകയാണെങ്കിൽ.
ഈ ടോട്ടൽ ഗെയിം 8-നകത്ത് ആകെ ഒരു എക്സ്ട്രാ ഗെയിം ഉള്ളത് ലീഗ് അല്ലാത്ത ഗെയിം നോട്ടിംഗം ഫോറസ്റ്റിന്, അത് മാൻ സിറ്റിയുമായിട്ടുള്ള FA കപ്പ് സെമി ഫൈനലാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതിൻ്റെ കൂട്ട് ഞാൻ വെസ്റ്റ് ഹാമിൻ്റെ വേണ്ടി TBD എന്നിട്ടിട്ടുണ്ട്. ഈ TBD എന്താ ഇടാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ നോട്ടിംഗം ഫോറസ്റ്റ് മാൻ സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ട് FA കപ്പ് ഫൈനലിൽ വരികയാണെങ്കിൽ മെയ് 18 നടക്കാൻ വെച്ചിരുന്ന മാച്ച് വെസ്റ്റ് ഹാമുമായിട്ടുള്ളത് അത് പോസ്റ്റ്പോൺ ചെയ്യും 100%. കാരണം മെയ് 17 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് FA കപ്പിൻ്റെ ഫൈനൽ. സോ ആ മാച്ച് പോസ്റ്റ്പോൺ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോട്ടിംഗം ഫോറസ്റ്റിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. അവർ ടോപ്പ് 3 ഉറപ്പിക്കും. അപ്പം ടോപ്പ് 5-നകത്തെ ടോപ്പ് 3 പൊസിഷൻസ് ഫിക്സ്ഡായി: ലിവർപൂൾ, ആർസണൽ, നോട്ടിംഗം ഫോറസ്റ്റ്. ഇനി ബാക്കി രണ്ടുള്ള സ്പോട്ടുകളിൽ ചെൽസി, മാൻ സിറ്റി, ആസ്റ്റൺ വില്ലയാണ് നോക്കുന്നത്. ന്യൂ കാസലിനെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് മുമ്പ് വീഡിയോയിൽ പറഞ്ഞതിൻ്റെ വിട്ട് അവരാകെ കളിച്ച കളിയുടെ എണ്ണം 29 അതുകൊണ്ടാണ് ഞാൻ ഈ ക്രൈറ്റീരിയയിൽ ഇൻക്ലൂഡ് ചെയ്യായിരുന്നത്. ഇറ്റ് വിൽ നോട്ട് ബി എ ഫെയർ മാച്ച്. ഞാൻ നേരെ ചെൽസിയിലേക്ക് പോകുന്നതിന് മുമ്പ് നേരെ ആസ്റ്റൺ വില്ലയിലേക്ക് വരാം. ഈ കൂട്ടത്തിൽ ഏറ്റവും ടൈറ്റ് ഷെഡ്യൂളുള്ളത് ആസ്റ്റൺ വില്ലയ്ക്കാണ്. നിങ്ങൾക്കിവിടെ കാണാവുന്നതിൻ്റെ കൂട്ട് അവർക്ക് കളിക്കേണ്ട കളികളുടെ എണ്ണവും കൂടുതലാണ്. കാരണം അവർ 2 കോമ്പറ്റീഷനിൽ ഇപ്പോഴും ആക്റ്റീവാണ്. ഒന്ന്, ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ PSG-യുമായിട്ട് അവർ കളിക്കുന്നുണ്ട്. 2, അവർ ക്രിസ്റ്റൽ പാലസുമായിട്ട് FA കപ്പിൻ്റെ സെമി ഫൈനലും കളിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ 8-9 കളിക്കേണ്ടടുത്ത് ആസ്റ്റൺ വില്ലയ്ക്ക് കളിക്കേണ്ട കളികളുടെ എണ്ണം 10. ഈ കളിക്കേണ്ട 10 കളിയിൽ നിന്ന് വെറും 4 മാത്രമേ ഉള്ളൂ ഹോം. ബാക്കി 6 എവേ ആണ്. അങ്ങനത്തെ ഒരു പ്രെഡിക്യുമെൻറ്റിൽ ഇരിക്കുകയാണ് ആസ്റ്റൺ വില്ല. ഇനി നമുക്ക് ആസ്റ്റൺ വില്ലയിലേക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. അവർക്ക് PSG-യുമായിട്ട് മാച്ചുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സൗത്ത് ഹാംപ്ടൺ. ഈ പറയുന്ന ആസ്റ്റൺ വില്ലയ്ക്ക് 3 ഗെയിമാണ് ബോട്ടം ഹാഫിൽ ഉള്ളത്. അതിൽ ബോട്ടം ഹാഫ് എന്ന് പറയാൻ, ലോ പെർഫോമിംഗ് ടീം എന്ന് പറയാൻ ഒന്ന് മാത്രമേ ഞാൻ പറയൂ, സൗത്ത് ഹാംപ്ടൺ. ബാക്കി 2 ഉള്ളത് ടോട്ടൻഹാമും മാൻ യുണൈറ്റഡുമാണ്. പക്ഷേ ഈ ടോട്ടൻഹാമും മാൻ യുണൈറ്റഡും ബോട്ടം ഹാഫ് ടീംസ് ആണെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് അവരെ ഒരിക്കലും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദേ ആർ വെൽ കേപ്പബിൾ ഓഫ് ബീറ്റിംഗ് ആസ്റ്റൺ വില്ല. അങ്ങനെ നോക്കുവാണെങ്കിലും ആസ്റ്റൺ വില്ലയ്ക്കാണ് ടഫർ ഫിക്സ്ചർ. നിങ്ങൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ നോട്ടിംഗം ഫോറസ്റ്റുമായിട്ട്. നോട്ടിംഗം ഫോറസ്റ്റ് ബോട്ടം ഹാഫിൽ കളിക്കുന്ന ടീമുകൾ ആരൊക്കെയാണ്? അതിനകത്ത് ആകെ ഒരൊറ്റ ടീമേ ഉള്ളൂ കുറച്ചെങ്കിലും അവർക്ക് ചാലഞ്ച് ഉയർത്താൻ സാധ്യത, അത് ടോട്ടൻഹാം തന്നെയാണ്. ബാക്കി ഈ പറയുന്ന എവർട്ടൺ, ബ്രെൻഫോർഡ്, ക്രിസ്റ്റൽ പാലസ്, ലെസ്റ്റർ സിറ്റി, ഇവരാരും, വെസ്റ്റ് ഹാം, ഇവരാരും അത്ര ത്രെറ്റ് നോട്ടിംഗം ഫോറസ്റ്റിന് കൊണ്ടുവരാൻ പോകുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ നോക്കുമ്പോൾ ന്യൂ കാസിൽ കളിക്കണം, മാൻ സിറ്റി കളിക്കണം, ഫുൾഹാം കളിക്കണം, ബോൺമത്ത് കളിക്കണം. ഇവരെല്ലാം മിഡ് ടേബിൾ ടീംസാണ്. പിന്നെ ടോട്ടൻഹാമും മാൻ യുണൈറ്റഡും. ഈ പറയുന്ന ടീം ബോട്ടം ഹാഫിലാണെങ്കിൽ പോലും ദേ ആർ ഗോയിങ് ടു ഗിവ് എ വെരി ടഫ് ചാലഞ്ച്. അപ്പം ഈ 10 ഗെയിമിൽ 9 ഗെയിം ടഫ് ഗെയിംസാണ് ആസ്റ്റൺ വില്ലയ്ക്ക്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ടോപ്പ് 4 സാധ്യത ഏറ്റവും കുറവുള്ളത് അത് ആസ്റ്റൺ വില്ലയ്ക്ക് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, അവർക്ക് നമ്പർ ഓഫ് ഗെയിംസ് കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവർ ഫേസ് ചെയ്യാൻ പോകുന്ന ടീംസും കൂടുതലാണ്. അതുപോലെ തന്നെ ഇവരുടെ എവേ മാച്ചസും കൂടുതലാണ്. അപ്പോൾ ട്രാവലിങ്ങും കൂടുതലാണ്. ഇങ്ങനത്തെ 3 ക്രൈറ്റീരിയ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ദേ ഹാവ് എ മോർ ടഫർ ചാലഞ്ച് ദാൻ ചെൽസി എന്ന്. അപ്പോൾ അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ നിങ്ങൾ പറയും, ചെൽസിക്കും അതുപോലെ തന്നെ ടഫ് അല്ലേ, ദേ ഹാവ് ടു ഫേസ് ലിവർപൂൾ, ന്യൂ കാസിൽ, മാൻ യുണൈറ്റഡ്, നോട്ടിംഗം ഫോറസ്റ്റ്. യെസ്, ടഫ് തന്നെയാണ് 100%. ചെൽസിയിലേക്ക് നമ്മൾ വരുമ്പം അവർക്ക് ടോട്ടൽ കളികൾ കളിച്ചത്, ഇനി കളിക്കാനുള്ളത് 9 കളികളാണ്. അതിൽ 5 ഹോം, 4 എവേ. അതിൽ 1 ഇപ്സ്വിച്ച് ടൗൺ ആണ്. അവർ ബോട്ടം ഹാഫിലുള്ള ടീമാണ്. അത് മാത്രമല്ല, ഇപ്സ്വിച്ച് ടൗൺ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വന്നിട്ടാണ് കളിക്കാൻ പോകുന്നത്. പിന്നെ അവർക്ക് കോൺഫറൻസ് ലീഗിൽ 2 മാച്ചുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ഫുൾഹാമുമായിട്ട് എവേ പോകുന്നു. അപ്പോൾ ഫുൾഹാം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് എവർട്ടൺ ആണ്. എവർട്ടൺ അവരുടെ ഹോമിലാണ്, സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലാണ്, ബോട്ടം ഹാഫിലുള്ള ടീമാണ്. പിന്നെ നെക്സ്റ്റ് ഗെയിം എഗെയിൻ അതൊരു ടഫ് ഗെയിം ആണെങ്കിൽ പോലും എഗെയിൻ അത് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലാണ്, മെയ് 4 ലിവർപൂളുമായിട്ട്. പിന്നെ എവേ അവർ പോകുന്നു ന്യൂ കാസലിലേക്ക്. അതെന്തായാലും ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ ടഫ് ഗെയിം. പിന്നെ അഗെയിൻ പിന്നെ അടുത്ത ടീം ഏതാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ യുണൈറ്റഡ് ആണ് മെയ് 18. അതും സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ചിട്ടാണ്. സോ ഡെഫിനറ്റ്ലി മുൻതൂക്കം ചെൽസിക്ക് തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ഗെയിം അവരുടേത് നോട്ടിംഗം ഫോറസ്റ്റുമാണ് മെയ് 25.
അഥവാ അവർ കോൺഫറൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് കയറുവാണെങ്കിൽ പോലും അത് May 1, May 6 ആണ് ഈ കോൺഫറൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ഡേറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ May 1-നും 6-നും ഇടയിൽ കളിക്കുകയാണെങ്കിൽ പോലും അവർക്ക് അത്ര വലിയ പ്രശ്നം വരാൻ പോകുന്നില്ല. ഓക്കെ, കാരണം April 26 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഗെയിം അവർക്കുള്ളത് May 4-നാണ്. May 4 കഴിഞ്ഞിട്ട് ഇടയ്ക്കൊരു ഗെയിം കളിക്കേണ്ടി വരും. ഈ April 26-നും May 4-നും ഇടയ്ക്കായിരിക്കും അവരുടെ ഒരു മാച്ച് വരാൻ പോകുന്നത്. May 4-നും May 10-നും ഇടയ്ക്കായിരിക്കും അവർക്കൊരു മാച്ച് വരാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കോൺഫറൻസ് ലീഗിലെ ടീമൊന്നും ഈ ചാമ്പ്യൻസ് ലീഗ് ടീമിൻ്റെ കൂട്ട് അത്ര ശക്തമായ ടീമുകളൊന്നും അല്ലല്ലോ. ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി, ഞാൻ ആരെയും ഡീഗ്രേഡ് ചെയ്ത് കാണുമല്ല, പക്ഷേ എന്നാലും ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ലോ ഗ്രേഡഡ് ടീം. ഓക്കെ, ദാറ്റ്സ് എ ഫാക്ട്. അപ്പം ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് ആസ്റ്റൺ വില്ല ഹാവ് എ മോർ ടഫർ റണ്ണിൻ ദാൻ ചെൽസി എന്ന്. ഈ ടോപ്പ് 5 കോമ്പറ്റീഷനിൽ ടോപ്പ് 3 ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിൻ്റെ തൊട്ട് ഉറപ്പിച്ചിരിക്കുന്നു. ലിവർപൂൾ, ആർസണൽ, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ടോപ്പ് 4-ൽ ചെൽസി വരാൻ ഞാൻ സാധ്യത കാണുന്നില്ല. അതേസമയം മാൻ സിറ്റി വരാനാണ് കൂടുതൽ ചാൻസ്. അപ്പോൾ നമുക്ക് ആദ്യം വൈ എന്ന് നമുക്കിപ്പോൾ നോക്കാം. അവർക്ക് ടോട്ടൽ കളിക്കേണ്ട കളികൾ എത്രയാണ്? വെൽ ബാലൻസ്ഡ് ആണ് അവരുടെ ഫിക്സ്ചർ. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയാനുള്ള കാരണം. അവർക്ക് ടോട്ടൽ കളിക്കേണ്ട കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. അതിൽ 4 എണ്ണം ഹോം, 4 എണ്ണം എവേ. അതിനകത്ത് ബോട്ടം ഹാഫിലുള്ള ടീമിൽ കളിക്കുന്നത് 1, 2, 3, 4 ടീം ബോട്ടം ഹാഫിലുള്ള ടീമുമായിട്ടാണ് അവരുടെ കോമ്പറ്റീഷൻ. ക്രിസ്റ്റൽ പാലസ്, എവർട്ടൺ, വൂൾഫ്സ്, സൗത്താംപ്ടൺ ഓൾറെഡി റെലഗേറ്റഡ് ആയ ടീമാണ്. സോ അവിടെ ഓൾറെഡി അഡ്വാൻറ്റേജ്, അതിലെ 2 എണ്ണം അവരുടെ ഹോമുമാണ്. സോ അഡ്വാൻറ്റേജ് അഗെയിൻ ലീൻസ് ബാക്ക് ടു മാൻ സിറ്റി. പിന്നെ കളിക്കേണ്ട കളി എന്ന് പറഞ്ഞാൽ ആസ്റ്റൺ വില്ലയാണ്. ഇതൊരു ടഫ് ഗെയിമാണ്. എന്നാൽ പോലും ഐ തിങ്ക് മാൻ സിറ്റി ഹാസ് അഡ്വാൻറ്റേജ്. കാരണം ഇത് കളിക്കുന്നത് എത്തിഹാദിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് പിന്നെ അവരുടെ കളിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആണ്, FA കപ്പിൻ്റെ സെമി ഫൈനൽ. ഇത് ജയിക്കുകയാണ്, ഇത് പ്രൊസീഡ് ആവുകയാണെങ്കിൽ ബോൺമത്തിൻ്റെ മാച്ച് TBD ആവും. നിങ്ങൾക്ക് ഈ TBD എന്താണെന്ന് ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ടു ബി ഡിസൈഡഡ്, ടു ബി ഡിറ്റർമിൻഡ് എന്നൊക്കെയാണ്. പിന്നെ അവർ വൂൾഫ്സ് എഗെയിൻ ഹോം ഈസി, പിന്നെ സൗത്താംപ്ടൺ ഈസി, ബോൺമത്ത് ഷുഡ് ബി ഈസി, അതും ഹോമാണ്, പിന്നെ ഫുൾഹം എവേ. ദിസ് ഈസ് വൈ ഐ സേ മാൻ സിറ്റി ടോപ്പ് 4-നകത്തേക്ക് നുഴഞ്ഞു കയറുമെന്ന്. നമ്മളിതിപ്പോൾ അനലൈസ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇവരുടെ റണ്ണിൻ ഈസ് കമ്പാരിറ്റീവ്ലി ഈസിയർ ദാൻ ചെൽസി ആൻഡ് ആസ്റ്റൺ വില്ല എന്ന്. ടോപ്പ് 5 ചാൻസ് ഉള്ളത് 5th പൊസിഷൻ ബാറ്റിൽ ചെയ്യാൻ പോകുന്നത് ചെൽസിയും ആസ്റ്റൺ വില്ലയും ആയിട്ടായിരിക്കത്തില്ല, ചെൽസിയും ന്യൂ കാസലുമായിട്ടായിരിക്കും. ന്യൂ കാസൽ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു, അവർ 31 ഗെയിംസ് കളിച്ചിട്ടില്ല. അവർ എപ്പോൾ 31 ഗെയിംസ് ഫിനിഷ് ചെയ്യുന്നു അപ്പം നമ്മൾ വീണ്ടും ഇവിടെ വരും ഇതുപോലെ തന്നെ അനലൈസ് ചെയ്യാൻ. ഓക്കെ, നമ്മൾ ഇതിൻ്റെ പ്രോഗ്രസ് മാച്ച് വീക്ക് 34-35 നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കും. ഓക്കെ, എങ്ങനെയാണ് ഷേപ്പ് ആയെന്ന് നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കും. ഞാൻ പറഞ്ഞതിലൊക്കെ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കും. ഇങ്ങനെയാണ് ടോപ്പ് 5 റണ്ണിൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഞാൻ ഇതുപോലെ തന്നെ ലിവർപൂൾ ആർസണലിൻ്റെ ഒരു റണ്ണിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ അതും പോയി കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.